ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെ TCV നടത്തുന്ന യാത്രയിൽ എത്തി നിൽക്കുന്നത് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലാണ്. മണലൂർ നിയോജക മണ്ഡലത്തിൽ തൃശൂർ താലൂക്കിൽ അന്തിക്കാട് ബ്ലോക്കിലാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 22 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളാണുള്ളത്. എറവ് നോർത്ത് മുതൽ എറവ് സൗത്ത് വരെ നീണ്ടുകിടക്കുന്ന 17 വാർഡുകളടങ്ങിയ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏകദേശം 65% കോൾപ്പാടങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർത്തും ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെട്ട പഞ്ചായത്ത് കൂടിയാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത്. ഇടക്കാലത്ത് UDFിൻ്റെ ശക്തികേന്ദ്രമായിരുന്ന ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 2 ടീമിലായി LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പഞ്ചായത്തിനെ നയിക്കുന്നത്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM പ്രതിനിധി കൂടിയായ CG സജീഷ്, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ PA ജോസ്, ഒപ്പം തന്നെ BJP പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ സുനിത ബാബു എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ വൈസ് പ്രസിഡന്റിലേക്ക് പോകാം. കാരണം ഈ ഒരു കഴിഞ്ഞ ഭരണസമിതി ഏതുവിധം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏതുവിധം എത്തി നിൽക്കുന്നു, എത്രത്തോളം എത്തി എന്ന കാര്യങ്ങളെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് തന്നെ പറയും. എങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ 2020-25 വർഷത്തെ ഭരണസമിതിയാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഭരണ ഏറ്റെടുക്കുമ്പോൾ അതിന് മുൻപത്ത് ഉണ്ടായിരുന്ന 5 വർഷം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് സുജാത മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ആ ഭരണസമിതി ആ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അവർ നടത്തിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും മറ്റുള്ള പുതിയ കാഴ്ചപ്പാടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഈ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവിടെ 65% ഈ പാടശേഖരങ്ങളാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെയുള്ള ഒരു പഞ്ചായത്ത്. എന്നാൽ അവിടെ മാർച്ച് മുതൽ ഇങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും ജലത്തിന് ബുദ്ധിമുട്ടാവണം. അപ്പോൾ നമുക്കിവിടെ ഏറ്റെടുക്കാനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കടമ എന്നത് ജലാശയങ്ങളുടെ സംരക്ഷണമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് ജലാശയങ്ങൾ സംരക്ഷിക്കാനുള്ള നടത്തിയ പ്രവർത്തനങ്ങൾ ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തരത്തിൽ ഇപ്പോൾ ഒരു 4.5 ഏക്കർ കുളം, കരിന്തലക്കുഴി കുളം, വില്ലുകുളം, അതുപോലെയുള്ള കുളങ്ങളുടെയും കിണറുകളുടെയും സംരക്ഷണം എന്ന പദ്ധതിയാണ് ഞങ്ങൾ തുടർ പ്രവൃത്തിയായിട്ട് ഏറ്റെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്ന വശം തന്നെ ഏറ്റെടുത്തതാണ് 3-ാം വാർഡിനകത്തുള്ള പാറക്കുളം, അതുപോലെ തന്നെ ചാലുകുളം, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പദ്ധതിയായിട്ട് 1 ഏക്കറോളമുള്ള കോതകുളം എന്നൊരു കുളം നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ എന്താ പറയുക ഉപയോഗപ്പെടുത്താതെ കിടന്നിരുന്നു. അതിനെ സംരക്ഷിക്കലും അത് ചുറ്റും കെട്ടലും അടക്കമുള്ളതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ നടിക്കൊരു കിണർ നിർമ്മിച്ചുകൊണ്ട് അതിലെ വെള്ളം ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്കും പഞ്ചായത്തും അതുപോലെ കുടുംബശ്രീ ക്യാൻറ്റീനിലേക്കൊക്കെ എത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതി വിഭാവനം ചെയ്തു. ഏകദേശം 1 കോടി രൂപ അതിനായിട്ട് ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതി, ആ പണമൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പണമാണ് അതിലേക്ക് കൂടുതൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് അതിൽ കിണറ്റിൽ നിന്നുള്ള വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് എത്തിക്കുന്നതോടുകൂടി ഇവിടെയുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ലഭ്യതയാണ്. ഇപ്പോൾ ഒരു കിണറാണുള്ളത്, അതിൽ നിന്നാണ് അതിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് വെള്ളം എത്തിക്കുക എന്ന പദ്ധതി പ്രകാരം അതിന് 20 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി ഞങ്ങളും ചേർന്നിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം എത്തിക്കുന്ന പദ്ധതിയും കൂടി നടപ്പാവുന്നതോട് കൂടിയിട്ട് വലിയൊരു ലക്ഷ്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ NES കുളം എന്നുള്ള 6-ാം വാർഡിലെ കുളം, അതുപോലെ തന്നെ കണ്ണങ്കായി കുളം 14-ാം വാർഡ്. ഇനി പദ്ധതി വെച്ചിട്ടുണ്ട് 15-ാം വാർഡിലെ ചേമ്പോത്ത് കുളം എന്ന് പറഞ്ഞ കുളം സംരക്ഷിക്കാനുള്ള പദ്ധതി. അതുപോലെ മൂടിപ്പോയ കിണറുകൾ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കിണറുകൾ വീണ്ടെടുക്കുക എന്നത് ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തു വന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ജലാശയങ്ങളുടെ സംരക്ഷണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്നുണ്ട്. അതിൽ അരിമ്പൂർ പഞ്ചായത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ടാങ്കുകളുടെ പ്രവൃത്തി നടക്കുന്നത് കുറച്ച് പഞ്ചായത്തുകളിലാണ്. അതിൽ ഒരു പഞ്ചായത്ത് അരിമ്പൂർ പഞ്ചായത്താണ്. 10 ലക്ഷം ജലം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ടാങ്ക്, 60 അടി ഉയരമുള്ള ടാങ്ക് ഇപ്പോൾ 4-ാം വാർഡിലെ മുള്ളംകുഴി എന്ന സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പദ്ധതി നടപ്പാക്കുന്നതോട് കൂടിയിട്ട് ജലത്തിനെ അതിലേക്ക് എത്തിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് വലിയ തരത്തിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ 3 ലക്ഷം കപ്പാസിറ്റിയുള്ള വെളുത്തൂരുള്ള ടാങ്കിൽ നിന്നാണ് മുഴുവൻ എത്തിക്കുന്നത്. ആ വെളുത്തൂരുള്ള ടാങ്ക് ഈ പ്രദേശത്തേക്കും 10 ലക്ഷം ലിറ്റർ ഉള്ളത് ഇപ്പുറത്തേക്കും വരുമ്പോൾ അരിമ്പൂർ പഞ്ചായത്തിൽ കുടിവെള്ളത്തിൻ്റെ പദ്ധതിയിലും വലിയ നേട്ടം
ആവുമെന്ന് തന്നെയാണ്. അപ്പോൾ ആ പദ്ധതിയൊക്കെ നടപ്പാക്കുന്നത് പല സ്ഥലത്തും നടപ്പാവാതിരിക്കുമ്പോഴും ഞങ്ങൾ നന്നായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ആ പദ്ധതി നടപ്പാക്കുന്നതിന് കരാറുകാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടിട്ട് തന്നെയാണ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ജലം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വലിയ തരത്തിലുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ പദ്ധതി ഓരോ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഏകദേശം 40%, 35 മുതൽ 42% വരെ കാർഷിക മേഖലയ്ക്കാണ് ഞങ്ങൾ കാർഷിക മേഖലയിലെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. അത് ഇവിടുത്തെ ഒരു കാർഷിക പഞ്ചായത്താണ്. അപ്പോൾ അതിന് വെച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്കും സാധാരണക്കാർക്കിടയിലേക്കും കൃഷിക്കാർക്കിടയിലേക്കും അതിൻ്റെ ഗുണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കാർഷിക മേഖല ഇപ്പോൾ കൃഷിക്കൊക്കെ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കിട്ടുന്ന പണം പോലും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റുള്ള സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന 1 കിലോ നെല്ലിന് 28 രൂപ വരെ കിട്ടുന്ന 28-30 വരെ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ അതുപോലും കർഷകനെ ലാഭത്തിലേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ കർഷകർ ഈ കൃഷിയിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇടപെടൽ. അതിൻ്റെ ഗുണഫലമായിട്ട് ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള കർഷകരിലേക്ക് ഇത് കിട്ടുന്നത് കൊണ്ട് തന്നെ വലിയ തരത്തിൽ കാർഷിക മേഖലയിൽ നമുക്ക് മുന്നേറ്റമുണ്ട്. ഏകദേശം 17 പാടശേഖര സമിതികളുണ്ട് ഇവിടെ, 17 പാടശേഖര. അപ്പോൾ അവിടേക്ക് ആവശ്യമായിട്ടുള്ള അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, അപ്പോൾ പല മേഖലയിൽ നിന്ന് KLDCയുടെയൊക്കെ ഏകദേശം 35 കോടി രൂപയോളമാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിലേക്ക് അവർ ചെലവഴിച്ച തുക. വിഭാഗം നമ്മൾ ഓരോ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള നേടിയെടുക്കും. ഇപ്പോൾ എല്ലാ പാടത്തെ എല്ലാ പടവുകളിലേക്കും സബ്മേഴ്സൽ പമ്പ് സെറ്റുകൾ 17 മുതൽ 22 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ വില. ഇപ്പോൾ തൊട്ടടുത്ത് ഈ ചാലാടി പഴംകോൾ എന്ന് പറഞ്ഞ കോളിലേക്ക് 6 സബ്മേഴ്സൽ പമ്പാണ് ഇപ്പോൾ കിട്ടിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ചിറകൾ, അതുപോലെ റാമ്പുകൾ. അപ്പോൾ കാർഷിക മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള വികസനങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൂടുതൽ സാധാരണ മറ്റുള്ളവർ അറിയില്ല. അതിന് ഗുണഭോക്താക്കൾ കുറച്ച് പേരാണ്. അതുപോലെ തന്നെ തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കരഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ വെള്ളം വരുന്നതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന കരഭാഗം, അപ്പോൾ അവിടേക്ക് വെള്ളം എത്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഓരോ പ്രദേശത്തും ഓരോ വർഷവും ഒരു പദ്ധതി എന്ന നിലയ്ക്ക് അതുപോലെ മോട്ടർ വയ്ക്കൽ മാത്രമല്ല, പമ്പ് സെറ്റ് വെച്ച് കൊടുക്കൽ മാത്രമല്ല, അവിടെ മോട്ടോർ പേര ഉണ്ടാവണം, ഇലക്ട്രിസിറ്റി എത്തിക്കണം. അപ്പോൾ വലിയ തരത്തിലുള്ളൊരു ഫണ്ട് വേണം. അത് ഓരോ പ്രദേശത്ത്, ഇപ്പോൾ വെളുത്തൂർ മനക്കൊടി അകമ്പാടം, അതുപോലെ തന്നെ കൈപ്പുള്ളി വെളുത്തൂർ അകമ്പാടം, ഇനിയിപ്പോൾ ഈ 3-ാം വാർഡ് 2-ാം വാർഡ് പ്രദേശത്തേക്ക് അടക്കം അങ്ങനെ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ തരത്തിൽ ഒരു 100 ഏക്കർ അതുപോലെ 80 ഏക്കറൊക്കെ കരഭാഗത്ത് കൃഷി നടക്കും. അപ്പോൾ ആ തരത്തിൽ കാർഷിക മേഖലയിലേക്കും കൂടി ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് കിട്ടുന്ന തരത്തിലേക്ക് ഒരു കാർഷിക പഞ്ചായത്ത് എന്ന നിലയ്ക്ക് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ കൃഷി ഓഫീസ് അടക്കമുള്ളത് പഴയൊരു കെട്ടിടത്തിലായിരുന്നു. അതിനൊക്കെ ഞങ്ങൾ നവീകരിച്ചുകൊണ്ട് ഇന്ന് അവിടെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ നന്നായിട്ടുള്ള ഒരു സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ജനങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് വരിക. പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്നത് അംഗൻവാടികൾ. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ പ്രധാന ആണിക്കല്ല് എന്ന അംഗൻവാടികളാണ്. 34 അംഗൻവാടികളുണ്ട് 17 വാർഡിലായിട്ട്. ഈ അംഗൻവാടികളെയാണ് ഞങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അംഗൻവാടികൾ ഏറ്റവും എല്ലാവർക്കും അറിയാം, കുരുന്നുകൾ ആദ്യം വിദ്യാഭ്യാസത്തിൻ്റെ ചവിട്ടുപടി വയ്ക്കുന്നത് അവിടെയാണ്. അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന അവരെ ക്യാരക്ടർ രൂപപ്പെടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നല്ലൊരു സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഞങ്ങൾക്ക് 7 അംഗൻവാടിയാണ് സ്വന്തമായി കെട്ടിടമില്ലാത്തത്. ഈ വർഷത്തോടുകൂടി അതിൽ 4 അംഗൻവാടിക്ക് സ്വന്തമായിട്ട് കെട്ടിടം അടക്കം ഉണ്ടാവും. അപ്പോൾ 2 കെട്ടിടം പൂർത്തീകരിച്ചു, ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, 3 എണ്ണത്തിൻ്റെ ഫണ്ട് അതൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് കെട്ടിടം എന്നുള്ള മുഴുവൻ പേർക്കും എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മുഴുവൻ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല. എന്നാൽ പോലും ഈ വർഷം കൂടി 4 അംഗൻവാടി കൂടി നിർമ്മിക്കുന്നതോടുകൂടി 3 അംഗൻവാടി മാത്രം കെട്ടിടമില്ലാത്ത വാടക കെട്ടിടത്തെ പ്രവർത്തിക്കുന്ന ഇതായിട്ട് വരും. പിന്നെ അവിടെ മികവിൻ്റെ ഒരു കേന്ദ്രം അല്ലെങ്കിൽ കൂടിച്ചേരാനുള്ള സ്ഥലമായിട്ടാണ് അവിടെ വയോജന ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ALMC കമ്മിറ്റികൾ ഒക്കെ ചേർന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇന്നലെ 15-ാം വാർഡിലെ കസ്തൂർബ അംഗൻവാടിയിൽ നോമ്പുതുറയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ദിവസം മുന്നാണ് അവിടെ ക്യാപ്റ്റൻ ലക്ഷ്മി അംഗൻവാടി ഉണ്ട് 14-ാം വാർഡിൽ. അംഗൻവാടിയിൽ നോമ്പുതുറ. അതായത് വേറൊരു സംസ്കാരം, ഇവിടെ അധികം ഇസ്ലാം മതവിശ്വാസികൾ കുറവുള്ള പ്രദേശമാണ്. എന്നാൽ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുക എന്നൊരു കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കാൻ അംഗൻവാടികളിലൂടെ കഴിയുന്നു. അംഗൻവാടികൾ നല്ല മത്സര ബുദ്ധിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാ അംഗൻവാടിയിലും നന്നായിട്ട്
കെട്ടിടത്തിന് സജ്ജീകരണങ്ങളും മറ്റുള്ള കുട്ടികളുടെ സജ്ജീകരണങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചർക്ക് ഉള്ള അവാർഡ് അരിമ്പൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിലെ കസ്തൂർബ അംഗൻവാടിയിലെ ടീച്ചർക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല അംഗൻവാടിക്കുള്ള അവാർഡ് 14-ാം വാർഡിലെ ഈ ക്യാപ്റ്റൻ ലക്ഷ്മി അവാർഡ് അംഗൻവാടിക്കാണ് കിട്ടിയത്. അപ്പോൾ ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തു നിന്ന് ഒരു അംഗൻവാടി എടുക്കുമ്പോൾ ജില്ലയിൽ നിന്നെടുത്ത കിട്ടിയ ഏക അംഗൻവാടി ഇതായിരുന്നു. അപ്പോൾ ഈ വർഷം ഏറ്റവും മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് അരിമ്പൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ അംഗൻവാടിക്കാണ് കിട്ടിയത്. അപ്പോൾ അംഗൻവാടി ഹെൽപ്പർക്കാണ് കിട്ടിയത്. അതായത് ആ മേഖലയിൽ നമ്മൾ സജീവമായിട്ട് ഇടപെടുന്ന തരത്തിലേക്ക് അരിമ്പൂർ പഞ്ചായത്തിലെ ICDSന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ വയോജന ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ മിക്ക ദിവസം ഏതെങ്കിലും ഒരു പരിപാടി വയോജന ക്ലബ്ബുകളുടെ ഇതിൽ നടന്നിരിക്കും. ആ പരിപാടികൾ നടക്കുന്നത് വയോജനങ്ങൾ ഇവിടെ സജീവമാണ്. ഈ യുവാക്കളെക്കാളും സജീവമായിട്ടുള്ള ഒരു വയോജന പഞ്ചായത്തായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു പ്രവൃത്തി ഞങ്ങൾക്ക് ഏറ്റെടുക്കാനും ഈ അരിമ്പൂർ പഞ്ചായത്തിൻ്റെ വികസനത്തിനുള്ള ഏതൊരു എടുക്കുമ്പോഴും ഞങ്ങളുടെ കരുത്ത് ഈ വയോജന കമ്മിറ്റിയാണ്. വയോജന ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന ക്ഷേമ പഞ്ചായത്ത് എന്നുള്ള അവാർഡ്, വയോസൗഹൃദ പഞ്ചായത്ത് എന്നുള്ള അവാർഡ് അരിമ്പൂർ പഞ്ചായത്തിനാണ് കിട്ടിയത് 2021 സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഇത്. അവരുടെയൊക്കെ തന്നെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഭിന്നശേഷി മേഖലയിലെ നമ്മുടെ പ്രവർത്തനത്തിന് 2022 സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ഭിന്നശേഷി അവാർഡ്, സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്നുള്ള അവാർഡ് അരിമ്പൂർ പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത് അവാർഡുകൾ കിട്ടി അവിടെ നിൽക്കലല്ല, ഞങ്ങൾ വയോജന മേഖലയിൽ വയോജനങ്ങൾക്കിടയിൽ നിന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തേക്ക് 1000 വോളണ്ടിയേഴ്സ് എന്നൊരു കൺസെപ്റ്റ് വെച്ചത് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട്. ഇന്നത് 1200 എത്തി നിൽക്കുകയാണ്. അതിൽ സജീവമായിട്ട് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ ഓരോ ദിവസം ഒരു വളണ്ടിയർ എന്ന നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ 48 സജീവമായിട്ടുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ വളണ്ടിയർമാരായിട്ടുള്ളവർ ഉള്ള പഞ്ചായത്താണത്. ആ പ്രവർത്തനം സംസ്ഥാനത്തിന് മാതൃകയാണ്. ഇപ്പം ഞങ്ങളുടെ പല കൺസെപ്റ്റും ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കൺസെപ്റ്റുകളായിട്ടും കൂടി കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇപ്പോൾ വയോജന ബില്ല് അവതരിപ്പിച്ചു, അപ്പോൾ വയോ കമ്മീഷൻ വന്നു. അപ്പോൾ അതിലൊക്കെ അരിമ്പൂർ പഞ്ചായത്തിന് ചെറുതെങ്കിലും അഭിമാനിക്കാനുണ്ട് എന്നത് തന്നെയാണ് അതിൽ പറയാനുള്ളത്. ഞാനൊന്ന് ഇടപെടുകയാണ്. അപ്പോൾ ചില സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് തിരിച്ചെത്താം. എന്തായാലും നമുക്ക് മറ്റു പ്രതിനിധികൾ കൂടി പോയിട്ട് വരാം. എങ്ങനെയാണ് മെമ്പറെ, ഈ നേട്ടങ്ങൾ മാത്രമാണോ ഈ പഞ്ചായത്തിലുള്ളത്, അതോ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, അതോ ഈ നിലവിൽ ഭരണസമിതിയെ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ എങ്ങനെയാണ് ഒരു ഭരണസമിതി അംഗം എന്നുള്ള നിലയിൽ കാണുന്നത്? ഇത് 2015-20 വർഷത്തെ ഭരണസമിതി തുടർച്ചയായിട്ടുള്ള ഒരു ഭരണസമിതി തന്നെയാണ് 2020-25 വർഷം വന്നത്. ഇപ്പോൾ 4 വർഷം പിന്നിടുകയാണ്. ഒരു തുടർഭരണം ലഭിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വേഗതയിൽ നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിന് പഞ്ചായത്ത് ഭരണസമിതി ഒരു പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾ ഭരണപ്രതിപക്ഷം വ്യത്യാസമില്ലാതെ തന്നെ നല്ല കാര്യങ്ങൾക്കെല്ലാം തന്നെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഞങ്ങൾ സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഞങ്ങൾ ഭരണസമിതി യോഗങ്ങളിലും മറ്റും ഉന്നയിച്ചുകൊണ്ട് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ സമ്മർദ്ദം വളരെയധികം നമ്മൾ ചെലുത്തുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുള്ള കുറവുകളും മറ്റും കാരണമാണ് ഇവർ ഭരണകക്ഷി അംഗങ്ങളെ ശ്രദ്ധിക്കാതെയോ ശ്രമിക്കാതെയല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വേഗത കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരഭിപ്രായം. അതുപോലെ തന്നെ ജലസ്രോതസ്സുകളെ കെട്ടി സംരക്ഷിക്കുക എന്ന പ്രോഗ്രാം നല്ല പ്രോഗ്രാമാണ്. ആ ജലസ്രോതസ്സുകളെ കെട്ടി സംരക്ഷിക്കുക എന്ന പ്രോഗ്രാമിൽ തന്നെ 3 പദ്ധതികൾ ഇവിടെ ജലസ്രോതസ്സുകളെ കെട്ടി സംരക്ഷിക്കുക മാത്രമല്ല സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരുന്നു. അത് 2010-15 കാലഘട്ടത്തിൽ അരുമ ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി പെരുമ്പുഴ പാടത്ത് നമ്മൾ ആരംഭം കുറിക്കുകയും അതിൻ്റെ ഒരു 20% പണി പൂർത്തീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഭരണമാറ്റം ഉണ്ടായത്. അന്ന് നമ്മൾ ഈ പഞ്ചായത്തിൽ സർവേ നടത്തിയപ്പോൾ ഏകദേശം 20 ലക്ഷം ലിറ്റർ വെള്ളം നമുക്ക് ദിവസം ആവശ്യമുണ്ടെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള ഒരു സർവേ നടത്തിയിട്ടാണ് നമ്മൾ ആ പദ്ധതി വിഭാവനം ചെയ്യുകയും പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തത്. പിന്നീട് വന്ന ഭരണമാറ്റത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ആ പദ്ധതി നിർത്തിവെക്കുകയും അതിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എറവ് കപ്പൽപ്പള്ളിക്ക് മുന്നേയുള്ള ചാലുകുളം എന്ന പദ്ധതി സമഗ്ര കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭം കുറിച്ചത്. അത് ഭിത്തികളൊക്കെ സംരക്ഷണ ഭിത്തികളൊക്കെ കെട്ടി സംരക്ഷിച്ചെങ്കിലും തുടർന്ന് സമഗ്ര കുടിവെള്ള പദ്ധതി എന്നുള്ള രീതിയിലേക്കുള്ള 4 വർഷം പിന്നിടുമ്പോഴും അത് തുടർന്നുള്ള ഫണ്ടുകൾ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആശങ്ക എന്ന് വെച്ചാൽ അത് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് അനുയോജ്യമായൊരു സ്ഥലമാണോ, അതിന് ജലലഭ്യത യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഇത് പരിശോധിച്ചുകൊണ്ടൊന്ന് സംശയമുണ്ട്.
അതുപോലെ തന്നെയാണ് ഇവിടെ എടുത്ത് പറഞ്ഞത് കോതകുളം ഇതേപോലെ 1 ഏക്കറോളം സ്ഥലമുള്ളതാണ്. അതും കെട്ടി സംരക്ഷിച്ചു. അതിൻ്റെയും പ്രവർത്തനങ്ങളെ വിചാരിച്ച രീതിയിൽ വേഗതയിൽ വന്നിട്ടില്ല, പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഭരണസമിതി കാലഘട്ടത്തിൽ തന്നെ. അതിലും വെള്ളം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ജലലഭ്യത ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതുപോലെ തന്നെയാണ് പാറക്കുളത്തിലേക്ക് കെട്ടി സംരക്ഷിച്ചെങ്കിലും അതിന് തുടർ പദ്ധതിയായിട്ട് പുറഞ്ചാലി എന്ന് പറയപ്പെടുന്ന ഹൈ ലെവൽ കനാലിൽ നിന്ന് പൈപ്പ് ഇട്ടുകൊണ്ട് ഈ പാറക്കുളത്തിലേക്ക് പൈപ്പ് ഇടാനുള്ളൊരു സംവിധാനം അന്ന് ആലോചനയിലുണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് കൃഷിക്ക് വളരെയധികം, ഇവിടെ പറഞ്ഞ മാതിരി 65% കൃഷി മേഖലയായതുകൊണ്ട് കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും കൃഷിക്ക് തരിശുരഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് അരിമ്പൂർ പഞ്ചായത്ത്. അത് തരിശ് മേഖലയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട്, ജലസേചനത്തിൻ്റെ അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതും പരിഹരിക്കുന്നതിനുള്ള ആരംഭ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ കാണപ്പെടേണ്ട കാര്യങ്ങളാണെന്നുള്ളതാണ് ഈ 2 പദ്ധതികളെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളിനി ഇവിടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് 2020 ലിസ്റ്റ് ഇപ്പോഴും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതേപോലെ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം ഇപ്പോൾ പറയുന്ന PMAY പദ്ധതി പ്രകാരവും ഇവിടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ അത് തീർത്തും നമുക്ക് പറയാം. അതായത് നമ്മളൊരു 2,72,000 രൂപയാണ് കേന്ദ്ര സർക്കാർ 4 ലക്ഷം രൂപയിലേക്ക് ഈ PMAY പദ്ധതി പ്രകാരം വിഹിതം തരുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ ഒക്കെ വീടുമേ വെക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അത് കേരള സർക്കാർ അതിനെ എതിർത്തു. അതിൻ്റെ പേര് കാലതാമസം വന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മളൊരാളെ സഹായിക്കുമ്പോൾ ഞാനാണ് 72,000 രൂപ തന്നുകൊണ്ട് എൻ്റെ ഫോട്ടോ വയ്ക്കുന്നത് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അതിൻ്റെ പേരിൽ കുറച്ച് വൈകൽ വന്നിട്ടുണ്ട് ഇവിടെ. അത് ഉപരി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഗ്രാമസഭയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഗ്രാമസഭയിൽ ഓരോ ഗ്രാമസഭയിലും വാസയോഗ്യമല്ലാത്ത വീടുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് മേടിക്കുകയും അവർക്ക് മുൻഗണന കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഇന്നിപ്പോൾ 2020 ലിസ്റ്റ് പൂർണ്ണമായിട്ടും ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ തന്നെ ഒരു 25% പേര് വൈകുന്നത് കൊണ്ട് വാസയോഗ്യമല്ലാത്ത വീടുകൾ ഇനി കാത്ത് നിൽക്കാൻ സാധിക്കില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ലോണുകളും മറ്റുമായിട്ട് പണി പൂർത്തീകരിക്കേണ്ട ഒരു പ്രശ്നം വന്നു. അതുപോലെ തന്നെ ആരോഗ്യമേഖലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നൊരു ബുദ്ധിമുട്ട്, ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നമുക്ക് വേണ്ടത്ര ലഭ്യമില്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമ്മളെ ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് നമുക്ക് ഇവിടെ അന്നത്തെ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ വന്നിവിടെ പ്രഖ്യാപനം നടത്തുകയും അതിനുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 2 കോടി രൂപ ബഡ്ജറ്റിൽ ഇരുത്തിക്കൊണ്ട് പാസ്സാക്കിയെന്ന് പറഞ്ഞിരുന്നു. അത് തുടർന്നുള്ള പ്രവർത്തനം സാധിച്ചില്ല. ഇപ്പോഴും ചെറിയ പദ്ധതികൾ മാത്രം വിഭാവനം ചെയ്തൊരു കാര്യമില്ല ഒരു ആരോഗ്യ മേഖലയിൽ. അതൊക്കെ 10 ലക്ഷം 15 ലക്ഷമൊക്കെ ഇന്ന കാലത്ത് ചെറിയ കെട്ടിടങ്ങളാണ് പണിയുന്നത്. പക്ഷേ ദീർഘവർഷത്തോടു കൂടി അത് എൻ്റെ ചെറിയൊരു ഉദാഹരണം അവിടെ ഉണ്ട്. 2010-15 കാലഘട്ടത്തിലെ MLA ആയിരുന്ന ശ്രീ PA മാധവൻ്റെ 50 ലക്ഷം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ അവിടെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു കെട്ടിടം അവിടെയുണ്ട്. അതിനെ തുടർന്ന് നമ്മളിപ്പോൾ കിടക്കുന്ന ഇവിടെ IP ഇല്ലാണ്ടായി OPക്കായാലും ഇതിനായാലും 2-3 കോടി രൂപ നീക്കി വെച്ചുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യത്തിനുള്ള കുറവ് അവിടെ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതുപോലെ തന്നെയാണ് നമ്മുടെ MP ഫണ്ട്, നമ്മുടെ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിൻ്റെയും MLAയുടെയും MPയുടെയും നമ്മൾ സഹായം കൂടിയിട്ടാണ് നമ്മൾ ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ തൃശ്ശൂർ MP ഈ തരത്തിലുള്ള പ്രാദേശികമായ വികസനത്തിന് ഇതുവരെ അദ്ദേഹം ഒന്നും ചെയ്ത് കാണുന്നില്ല. അതും നമുക്കൊരു പ്രതിഷേധമുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ പറയാനുള്ളത്. അതുപോലെ തന്നെ എറവ് കൈപ്പള്ളി റോഡ് PMGCY പദ്ധതി പ്രകാരമാണ്. അതിൽ ഞാൻ ഭരണസമിതിയെ ഒരിക്കലും ഭരണസമിതി ഞങ്ങളൊക്കെ ഈ തരത്തിലുള്ള വികസനങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ അതും വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതുകൊണ്ട് ആ പദ്ധതി നമുക്ക് വേണ്ടത്ര രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. 1.5 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ആ പദ്ധതി ഒരു 25-30% വർക്ക് നടത്താൻ സാധിച്ചിട്ട്. ഇനി മെയ് മാസം കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ മഴയാണ് വരാൻ പോണത്. അപ്പോൾ അതിലും നമ്മൾ വേണ്ട ഒരു ആശങ്കയുണ്ടെന്ന് വെച്ചാൽ മെയ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭരണസമിതി കാലത്ത് എറവ് കൈപ്പള്ളി ആറാങ്കല്ല് റോഡ് പൂർത്തീകരിക്കാൻ സാധിക്കും. അതും ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പൊതുവേ ഉള്ള എൻ്റെ അഭിപ്രായം. എന്തായാലും തീർച്ചയായും അതായത് രാഷ്ട്രീയ പിന്തുണ നൽകുന്നുണ്ട് വികസന കാര്യത്തിൽ, ഒപ്പം തന്നെ ചില പോരായ്മകളും പറഞ്ഞു. അതിലേക്ക് നമുക്ക് തിരിച്ചെത്താം. എന്തായാലും സുനിത മെമ്പർ എങ്ങനെയാണ് ഈ ഒരു ഭരണസമിതിയെ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ? ഞങ്ങൾ ഭരണസമിതിക്കായിട്ട് നല്ല കാഴ്ചപ്പാടിലാണ്. വികസനത്തിന് നമ്മൾ ആരും എതിരല്ല. ഇവിടെ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ ഇതുവരെ ആയിട്ടും പണികൾ പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് എത്രയും വേഗം ജനങ്ങൾക്ക് അതിൻ്റെ എല്ലാതും പ്രവർത്തനങ്ങളൊക്കെ തീർത്ത് അത് വിട്ടുകൊടുക്കണം എന്നാണ് നമുക്കുള്ളൊരു അഭിപ്രായം.
പിന്നെ MP-യോട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർ അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആളിപ്പോൾ വന്നിട്ട് ഒരു കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് കിട്ടും ആളുടെ അടുത്ത് നിന്ന്. മറ്റ് പൊതുവേ ഉള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഏതുവരെയാണ് ഒന്ന് വിലയിരുത്തുക. അതായത് പല പദ്ധതികളും ഉണ്ടല്ലോ, പഞ്ചായത്തിൻ്റെതായ ചില പദ്ധതികൾ നടപ്പിലാക്കേണ്ടതായ സംസ്ഥാന കേന്ദ്ര സർക്കാർ ആവിഷ്കൃത പദ്ധതികൾ, അത് ഏതുവിധമാണ് ഇത് ഇപ്പോൾ നിലവിൽ എത്തി നിൽക്കുന്നത് പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ? ഇപ്പം ലൈഫ് പദ്ധതി നേരത്തെ സൂചിപ്പിച്ചു. ലൈഫ് മിഷനിൽ ആദ്യം വീടുകൾക്കൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ വാർഡിലേക്ക് ഒരാളുടെ മാത്രം ഇപ്പോൾ ഞാൻ കയറിയതിന് ശേഷം പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരാളുടെ പണി ഇപ്പോൾ പകുതിയായിട്ട് നിൽക്കുകയാണ്. ഈ ഫണ്ട് വിഹിതത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ ചേരിതിരിവോ അല്ലെങ്കിൽ വിവേചനമോ അങ്ങനെ എന്തെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന്? കാരണം മിക്ക പഞ്ചായത്തുകളിലുള്ളൊരു പ്രധാന പ്രശ്നം പറയുന്നത്, അതായത് ഭരണസമിതിയിൽ പ്രതിപക്ഷമില്ല ഭരണപക്ഷമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും വാർഡുകളിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ മുന്നണികളെ നോക്കി ഫണ്ട് വകയിരുത്തുന്ന കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആരോപണങ്ങളോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഭരണസമിതി നിലവിൽ ഇവിടെ പ്രശ്നമായിട്ടുണ്ടോ? ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല. നമുക്ക് ചില വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതായത് ഭരണത്തുടർച്ച കിട്ടുമ്പോൾ പോലും ഏകോപനമില്ലായ്മ, ഈ ദീർഘവീക്ഷണമില്ലാതെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, അത്തരം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഏകോപനമില്ലായ്മ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിലെ ചില പ്രശ്നങ്ങൾ അത് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾക്കറിയാവുന്നല്ലോ. ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കെടുക്കുക, ഒരു ഫയല് ഒരു പ്രദേശത്ത് ഒരു ഇതിൽ നിന്ന് മാറിപ്പോകാൻ ചിലപ്പോൾ ഒരു ഒപ്പിട്ടിട്ട് പോകേണ്ടതായിരിക്കും. ആ ടേബിളിൽ മാസങ്ങളോളം ഇരിക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ അരിമ്പൂർ പഞ്ചായത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ജോസേട്ടൻ. ഈ ജോസേട്ടനും ഞാനും ഞങ്ങളുടെ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇതിലേക്കൊക്കെ ഇടപെടുക. ഞങ്ങൾ ആ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ പറഞ്ഞ തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നേടിയെടുക്കുന്നതും നടപ്പാക്കുന്നതും. മറ്റുള്ളതിൽ 6 മാസം എടുക്കേണ്ടത് ചിലപ്പോൾ ഞങ്ങൾ 2 മാസം കൊണ്ട് നേടിയെടുക്കാറുണ്ട്. അങ്ങനെ നേടിയെടുക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ ഇത്രയെങ്കിലും എത്തിക്കാൻ കഴിയുന്നത്. വ്യവസ്ഥകളും വ്യവസ്ഥിതികളും അതുപോലെ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നാലും അത് നിലനിന്ന് പോകുന്നുണ്ട്. അത് ചില മേഖലയുടെ പ്രശ്നങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ രീതിയിൽ അരിമ്പൂർ പഞ്ചായത്തിൽ നിങ്ങൾ ഇന്നൊരു വാഹനം എടുത്തിട്ട് ഞങ്ങളുടെ റോഡുകളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. ഞങ്ങളുടെ അരിമ്പൂർ പഞ്ചായത്തിലെ റോഡുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ തുടങ്ങേണ്ടത് പുള്ള് റോഡാണ്. അത് ഇന്നിപ്പോൾ PWD ഏറ്റെടുത്തു. അത് BMBC നിലവാരത്തിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ ഭരണസമിതി വന്നതിൻ്റെ ശേഷം. ഒരു ഭരണസമിതിയാണോ PWDയുടെ റോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. റോഡ് ചെയ്യുന്നതല്ല, പക്ഷെ അത് ചെയ്യിക്കാനുള്ള BMBC നിലവാരത്തിൽ ചെയ്യിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തിയത് അരിമ്പൂർ ഗ്രാമപഞ്ചായത്താണ്. ആ ഇടപെടൽ MLA ഒക്കെ നേതൃത്വത്തിൽ വളരെ മികച്ച ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡ് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്ത് ഒരു പഞ്ചായത്ത് റോഡ് BMBC നിലവാരത്തിൽ ഞങ്ങളുടെ AEയുടെ നേതൃത്വത്തിൽ AXയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഓവർസിയർ നിന്നിട്ട് പണിയെടുപ്പിച്ച റോഡുണ്ട് ഇവിടെ, വെളുത്തൂർ വിളക്കമാട റോഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു 1-ാം പകുതി കഴിഞ്ഞിട്ട് BMBC നിലവാരത്തിലാണ് ആ റോഡ്. അതായത് ഒരു പഞ്ചായത്ത് റോഡ് ബഡ്ജറ്റിലേക്ക് വരികയും അതിനുള്ള ടോക്കൺ വെച്ച തുക നേടിയെടുത്ത് ഇപ്പോൾ 1.5 കിലോമീറ്റർ BMBC നിലവാരത്തിൽ ആ റോഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭരണസമിതിയുടെ ഇടപെടൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ചെറിയ റോഡുകൾ നിങ്ങൾ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞ വാഹനം എടുത്ത് പരിശോധിച്ച് നോക്കുക. ഏതൊരു പഞ്ചായത്തിനെ കേട്ട അഭിമാനത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും. അത് നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് വകയിരുത്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള 17-ാം വാർഡിലത്തെ പഞ്ചായത്തിൻ്റെ റോഡുകളിലേക്കും കൂടി പോയി വെക്കാം. ഏറ്റവും നിലവാരത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ അരിമ്പൂർ പഞ്ചായത്തിലെ 17 വാർഡിനെയും ഞങ്ങൾ ഒരേപോലെയാണ് കാണുന്നത്. അപ്പോൾ ഈ വാർഡിൽ വന്ന വികസനമായിരിക്കില്ല ആ വാർഡിൽ വരിക. ഈ മെമ്പർ വന്നതിന് ശേഷമാണ് ആ മെമ്പർ ആവശ്യപ്രകാരം ഉണ്ടായിരുന്ന അവിടുത്തെ അംഗൻവാടിയുടെ വികസനം നടത്തിയത്. അംഗൻവാടി പഴയ കെട്ടിടത്തിൽ നിന്ന് ഏറ്റവും ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ടാണ് റോഡുകൾ. അതുപോലെ തന്നെ ഇതിപ്പോൾ അവരവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ അവിടുത്തെ ഒരു വെള്ളക്കെട്ടാണ്. മുനയം പ്രദേശത്ത് വെള്ളക്കെട്ട് ഉയർത്തും. ഞങ്ങളവിടെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. മെമ്പറോട് ഞങ്ങൾ ആ സ്ഥലം ഞങ്ങൾക്ക് അക്വയർ ചെയ്ത് തരാനുള്ള നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ പ്രദേശത്തുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഇടപെട്ടുകൊണ്ട് അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് അവിടെ വലിയ മാറ്റത്തിൽ അവിടെ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയും. അതുപോലെയുള്ള ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റവും ഇല്ലാതാണ്. ഇപ്പോൾ ഒരു കൊടയാട്ടി റോഡ് അവിടുത്തെ പാടത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പുതിയ റോഡുകൾ തനത് ഫണ്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കാറില്ല. ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ ആശ്രയിക്കുന്നത്. പല പഞ്ചായത്തുകളും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാതിരിക്കുമ്പോഴും അരിമ്പൂർ പഞ്ചായത്തിൽ ഏകദേശം 1 കോടിയുടെ പ്രവൃത്തി കഴിഞ്ഞ വർഷം നടപ്പാക്കി. അതിന് മുന്നത്തെ വർഷം ഇവിടുത്തെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ല് തൊഴിലുറപ്പ് പദ്ധതിയാണ്.
അതിലോട്ട് പോയി. എന്നാൽ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 17-ാം വാർഡിലെ കൊടയാട്ടി റോഡിന് ഫണ്ട് ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വികസനം. അതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല. ജോസേട്ടൻ പറഞ്ഞ അതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം ലൈഫ് പദ്ധതിയാണ്. ആ മെമ്പറുടെ വാർഡിനകത്ത് ഒരു വീട് കിട്ടിയിട്ടുള്ളൂ. ഈ പഞ്ചായത്തിൽ 2020 പട്ടികയിലുള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ല. 254 പേരാണ് ലൈഫ് പദ്ധതിയിൽ അപേക്ഷകരായിട്ടുണ്ടായിരുന്നത്. അതിൽ എലിജിബിൾ ആയിട്ടുള്ളത് 223 പേരാണ്. അതിൽ 204 പേർക്ക് വീടിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞു. 204 പേർക്ക് ഞങ്ങൾ ഭരണസമിതി കഴിയുന്നതിൻ്റെ മുന്നേ ഈ 223 പേർക്കും വീട് കിട്ടിയിരിക്കും. 224 ഇത് വെറുതെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയലല്ല, നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിക്കുക. 224 പേർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി കൊടുക്കേണ്ടത് ജനപ്രതിനിധിയുടെ ചുമതലയാണെങ്കിൽ അത് നിർവഹിക്കാത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു വീട് എന്ന നിലയിൽ അവിടെ നിന്നിട്ടുണ്ടാവുക. 16 വീട് കിട്ടിയ വാർഡുകളുണ്ട്. ജോസേട്ടൻ്റെ വാർഡിൽ എത്ര കിട്ടിയിട്ടുണ്ട്? 6-7 കിട്ടിയിട്ടുണ്ട്. 204 എണ്ണം നിലവിൽ ഇന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കിട്ടും. അതുപോലെ തന്നെ റിപ്പയറിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ഞങ്ങൾ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് അതിൽ വീട് റിപ്പയറിന് 75,000 കൊടുക്കുന്ന പഞ്ചായത്താണ്. ഭിന്നശേഷിക്കാർക്ക് 2 പെൻഷൻ കൊടുക്കുന്ന പഞ്ചായത്താണിത്. പല സംസ്ഥാനത്ത് മുഴുവൻ അത് സാധ്യതയുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 1600 പ്ലസ് 900 കൂടി കിട്ടുന്ന പഞ്ചായത്താണ്. 60 കഴിഞ്ഞ വാർദ്ധക്യ പെൻഷനും കൂടി അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ നേടിക്കൊടുത്ത പഞ്ചായത്താണ്. 44 പേർക്ക് അങ്ങനെ കിട്ടുന്ന പഞ്ചായത്താണ്. അതുപോലെ തന്നെ PMGSYയുടെ പദ്ധതി പ്രകാരമാണ് ഈ കൈപ്പുള്ളി ആറാങ്കല്ല് റോഡ് വന്നിട്ടുള്ളത്. ആ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ആവശ്യമായി 2019 ആണ് സർവേ പ്രകാരം ഈ റോഡിന് പ്രപ്പോസൽ വന്നത്. അന്നത്തെ ഭരണസമിതി സുജാത മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അത് ആ റോഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് കൊടുത്തു. സർവേ എസ്റ്റിമേറ്റ് ആക്കിയത് ഞങ്ങളുടെ ഭരണസമിതി വന്ന സമയത്താണ്. ആ പദ്ധതി പ്രകാരം ടെൻഡർ ചെയ്ത് നടപടികൾ ഒക്കെ പൂർത്തീകരിച്ചു. ആറാങ്കല്ല് വരെ ആ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലൊരു ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആറാങ്കല്ല് വഴി ഇതിലെ വരും. അതുകൊണ്ടാണ് ആ കാഴ്ചപ്പാടോടുകൂടി ആ റോഡ് കൊടുത്തത്. എന്നാൽ പണി ടെൻഡർ ചെയ്ത് പണി തുടങ്ങിയ സമയത്ത് ഓരോ ചെറിയ പ്രശ്നങ്ങൾ വരും. അതിൽ ചില രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇടപെടലുകൾ പോലും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില പ്രദേശത്ത് ചില വ്യക്തികളുടെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി പോയി കേസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ പദ്ധതി അവിടെ നിൽക്കുന്നു. പിന്നെ കാന നിർമ്മിച്ചത് അത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാന പൊളിച്ച് മാറ്റി വേറെ ഇതിലേക്ക് പോവുക. ചില പ്രദേശത്ത് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പൊതുസ്ഥലത്ത് കയ്യേറി വീടുകൾ വെച്ചവരുണ്ട്. അത് ചിലത് കുറച്ച് ഭാഗങ്ങളും പൊളിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് 2 പാർട്ടിയുടെയും 3 പാർട്ടിയുടെയും ഒക്കെ ഇടപെടലുകൾ വരികയാണ്. അങ്ങനെ അത് എന്നിട്ട് ഒരു പ്രദേശത്ത് 164 പേര് ഒപ്പിട്ടിട്ട് കൊണ്ടുപോയി ഇതിന് സർവേ നടത്തിയിട്ട് റോഡ് പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ കൊണ്ടുവന്ന് തരികയാണ്. ആ സാധനം ഞങ്ങൾ തീരുമാനമെടുത്ത് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ മാറ്റിവെക്കാൻ നോക്കി. അവിടെ നിന്ന് നിരന്തര സമ്മർദ്ദം. അങ്ങനെ ഞങ്ങൾ അത് സർവേ എനിക്ക് കൊടുത്തു. സർവേ പോയിട്ട് ഇത് വരുമ്പോഴേക്കും കുറച്ച് കാലം പിടിക്കും. അപ്പോഴേക്കും റോഡിൻ്റെ കരാറുകാരിപ്പോൾ പ്രശ്നം ഉണ്ടാക്കി. റോഡിൻ്റെ അതിൻ്റെ ഇടയിൽ ജലജീവൻ മിഷൻ്റെ പൈപ്പിടൽ പദ്ധതി ഉണ്ടായിരുന്നു. അത് നടക്കാൻ പണമില്ലാത്തത് കൊണ്ട് നിന്നുപോയി. ജലജീവൻ മിഷൻ്റെ പദ്ധതി പ്രകാരം ഇവിടെ എന്താണ് നിലവിലെ അവസ്ഥ? കണക്ഷൻ 1200 പ്ലസ് ഒരു 1800 കണക്ഷനോളം കൊടുത്ത പഞ്ചായത്താണ്. വെള്ളം കൊടുക്കൽ തുടങ്ങിയിട്ടില്ല. ജലജീവൻ മിഷൻ്റെ പദ്ധതി പ്രകാരം പല സ്ഥലത്തും പൊളിച്ചിട്ട റോഡുകൾ പണിയാത്തുണ്ട്. എന്നാൽ ഞങ്ങളുടെ പഞ്ചായത്ത് പൊളിച്ചിട്ടതൊക്കെ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് റീടാറിങ് ചെയ്ത് തന്നു. മറ്റുള്ള റോഡിൻ്റെ നിലവാരത്തിലൊന്നല്ല റീടാറിങ്. എന്നാൽ ഞങ്ങൾക്കത് റീടാർ ചെയ്ത് കഴിഞ്ഞു. ആ റോഡിൻ്റെ മുകളിലുള്ള റീടാറിങ് ഞങ്ങൾ പഞ്ചായത്തും ചെയ്തു. അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഇന്നലെ അവസാനത്തെ ബില്ലും ഒരു 4 ലക്ഷത്തിൻ്റെ ഒരു പരക്കാട് റോഡിൻ്റെ മാത്രമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പണം. ബാക്കി എല്ലാതും റീടാറിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ല് പേ ചെയ്ത ഒരു പഞ്ചായത്താണ് അരിമ്പൂർ. ഏകോപനമില്ലായ്മയില്ല, നല്ല രീതിയിലുള്ള ഇടപെടലുകൾ. അത് ഭരണസമിതി അംഗങ്ങളെന്ന് ജനപ്രതിനിധികൾ എന്ന നിലയ്ക്കും ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്കും ഞങ്ങളുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള നല്ല രീതിയിലുള്ള ഏകോപനം നടക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിനെ ഞങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു. ഒരു ഭരണസമിതി ഭരണകർത്താക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആ തരത്തിൽ ഇടപെടൽ നടത്തി. നേരത്തെ അദ്ദേഹം പറഞ്ഞു, അതായത് നേരത്തെ പറഞ്ഞു ജലസ്രോതസ് സംരക്ഷിക്കുന്നു. ഇതിനൊരു ദീർഘവീക്ഷണം ഇല്ലാത്ത പദ്ധതികൾ എന്താണെന്ന് വെച്ചാൽ സാറേ, ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുളം കുത്തുക എന്നത് പറയുന്നത് നമുക്ക് കിട്ടുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് അല്ലേ. അല്ലാണ്ട് അതിന് മുന്നേ പോയി ചെയ്യാൻ പറ്റില്ല. അതിനുദാഹരണം ഈ പാറക്കുളത്തിൻ്റെ അവിടുത്തെ ഒരു വലിയ പ്രോജക്റ്റ് കൊണ്ടുവന്നതാണ്. പക്ഷേ ആ കുളം കുത്തുമ്പോൾ അതിന് എത്ര ആഴമുണ്ട്, അതിൽ എത്ര ചെളിയുണ്ട്, ഇതിൻ്റെയൊക്കെ ലെവൽസ് എടുക്കണം. ലെവൽസ് എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് പണി തുടങ്ങാൻ പറ്റുള്ളൂ. ലെവൽസ് എടുക്കണമെങ്കിൽ വെള്ളം പറ്റിക്കണം. വെള്ളം പറ്റിക്കുമ്പോൾ ഞങ്ങളുടെ അലക്കാനുള്ള വെള്ളമാണ്, ഞങ്ങളുടെ കൃഷിക്കുള്ള വെള്ളം, അത് പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് ആൾക്കാർ വരികയാണ്.
അപ്പോൾ പണി അവിടെ മുടങ്ങാം. അവിടെയാണ് ജനപ്രതിനിധികളും അത് മനസ്സിലാക്കി കൊടുക്കാനും ജനപ്രതിനിധികൾക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുകളിൽ അപ്പോഴേക്കും മഴ വരും. അപ്പോൾ ആ കൊല്ലം കഴിഞ്ഞു, പിന്നീടും ഇതേ പ്രശ്നം വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഈ പ്രദേശത്തെ കുളങ്ങളുടെ ഒക്കെ സംരക്ഷിച്ചത്. നിങ്ങളൊരു പദ്ധതിയായിട്ട് വെക്കി, ഞങ്ങളുടെ പഞ്ചായത്തിലെ കുളങ്ങളുടെ സംരക്ഷണത്തിനെ കുറിച്ച് ജോസേട്ട ഇവിടെ പറഞ്ഞ പദ്ധതി 20 ലക്ഷം വെള്ളം വേണം. പക്ഷേ ആ പദ്ധതി ഉണ്ടാക്കിയത് പെരുമ്പുഴ പാടത്ത് പാലത്തിൻ്റെ അടുത്താണ്. നിങ്ങളൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുള്ളതാണ്. അവിടെ ഇപ്പോൾ ഒരു ബോർഡ് കാണാം, അപകട മേഖല, വാഹനങ്ങൾ സൂക്ഷിച്ചു പോകുക എന്ന് പറഞ്ഞിട്ട്. അതായത് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ തരത്തിലൊരു കുളം ഉണ്ടാക്കുകയാണ്. അത് അശാസ്ത്രീയമായിരുന്നു. പിന്നെ ആ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയണതല്ല. പാടശേഖരങ്ങളിൽ വർഷങ്ങളായിട്ട് മറ്റേ കീടനാശിനി പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നുള്ള വെള്ളത്തിനെ അത് എടുക്കാൻ പറ്റില്ല എന്നതാണ് അതിൻ്റെ വന്നത്. അപ്പോൾ അതാണ് എന്താ പറയുക, ദീർഘവീക്ഷണമില്ലായ്മ അവിടെയാണ് ഉണ്ടായത്. അവിടെ നിന്ന് ആ വലിയ കുളം കുത്തി അതുണ്ടായി. ഇവിടെ കപ്പൽ പള്ളിക്ക് മുന്നിലത്തെ ചാലുകുളമാണ്. നിങ്ങളിത് കഴിഞ്ഞാൽ അവിടേക്കൊന്ന് പോയി നോക്കുക, അവിടെ ഒരു കുളം ഉണ്ടോ എന്നുള്ളത് നോക്കുക, ആ കുളത്തിൻ്റെ സംരക്ഷണം നിങ്ങൾ നോക്കുക, കുളത്തിലെ വെള്ളം നിങ്ങൾ നോക്കുക. ഒരു ജലാശയത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നത് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കൽ മാത്രമല്ല, ഒരു കുളം കുത്തി അതിൽ വെള്ളം നിൽക്കുമ്പോൾ ആ പ്രദേശത്തെ എല്ലാ കിണറുകളും റീചാർജുകളും വെല്ലിൽ വെള്ളമുണ്ടാകും. വെള്ളമുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജലസ്രോതസ്സിൻ്റെ കടമ അതാണ് നിർവഹിക്കുന്നത്. അതാണ് കരിനിലക്കുഴി കുളത്തിൻ്റെ 4 ഏക്കർ കുളത്തിൽ ഇന്ന് വെള്ളം നിൽക്കുമ്പോൾ ആ പ്രദേശങ്ങളെ കിണറുകളൊക്കെ റീചാർജ് ചെയ്യണം. അങ്ങനെ ഒരു ജലസ്രോതസ്സിനെ വീണ്ടെടുത്തിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം വെള്ളം എടുക്കാനും ഇതിനും ബുദ്ധിമുട്ടുണ്ട് എന്നതിന് അപ്പുറത്തേക്ക് ഈ പ്രദേശത്തെ ഈ കോതകുളത്തിൻ്റെ വീണ്ടെടുപ്പോട് കൂടിയിട്ട് ഞങ്ങൾ കുടിവെള്ള പദ്ധതി എന്ന നിലയ്ക്ക് ഇതിനെയാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അതിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. 3ാമത്തെ വർഷമാണെന്ന്. ഓരോ വർഷത്തിലും ഓരോ ഭാഗം കെട്ടി കഴിയുമ്പോഴേക്കും മഴ നിന്ന് വെള്ളം വറ്റിച്ചാലല്ലേ കഴിയുള്ളൂ. അതിന് 3-4 മാസം കിട്ടുള്ളൂ. അപ്പോൾ ലോകത്തെവിടെയും ഈ തരത്തിലുള്ള പദ്ധതികൾ വരുമ്പോൾ ജലാശയങ്ങളുടെ പദ്ധതികൾക്ക് കുറച്ച് സമയമെടുക്കും. എന്നാൽ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിച്ച് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ. കമ്മ്യൂണിറ്റി ഹാളിൻ്റെ കാര്യം, കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുമ്പോഴേ എന്നെ ദേവസിക്കുട്ടി സ്മാരകമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളാണിത്. ഈ കമ്മ്യൂണിറ്റി ഹാള് ഈ പ്രദേശങ്ങളെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി ഹാളാണ്. എന്നാൽ ഇതിന് ചില പരിമിതികളുണ്ടായിരുന്നു. ഈ ഭരണസമിതി കഴിഞ്ഞ കാലത്ത് അതിൻ്റെ പരിമിതികൾ ഞങ്ങൾ പരിശോധിച്ചു. 2 ടോയ്ലറ്റാണ് ഇതിനുണ്ടായിരുന്നത്. 2 ടോയ്ലറ്റ്. അത് ഇന്ത്യൻ രീതിയിലുള്ള ടോയ്ലറ്റ്. ഇത്രയും വലിയ കമ്മ്യൂണിറ്റികൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിരുന്നത് ടോയ്ലറ്റുകളായിരുന്നു. ഞങ്ങളത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ് ഞങ്ങളതിലൊക്കെ സഹായിച്ചിട്ടുള്ളത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഫണ്ട്, ശുചിത്വ ഫണ്ട് ഞങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഇതിൻ്റെ അടുത്ത് നിങ്ങൾ പോയി ടേക്ക് എ ബ്രേക്ക് ഒന്ന് പരിശോധിക്കാൻ പോയിട്ട് അങ്ങനെ ഒരു ടോയ്ലറ്റ് സമുച്ചയം ഇവിടെ ഉണ്ടാക്കി. ടോയ്ലറ്റ് സമുച്ചയത്തിൽ ഏകദേശം 13 ടോയ്ലറ്റുകൾ, ഒരു ഭിന്നശേഷി ടോയ്ലറ്റ്, ജെൻസിന് ഒരു 13 യൂറിനലായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടാക്കി. ആ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ ഒരു വശം പൊതുജനങ്ങൾക്ക് വരുന്നത് ഇതിൽ പേയബിൾ ആയിട്ടുള്ളതും, മറുവശത്തേക്ക് ഇപ്പുറത്തെ സൈഡിലേക്കുള്ളത് കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് കടക്കുന്ന തരത്തിലേക്ക് ഉണ്ടാക്കി. ഇന്ന് കമ്മ്യൂണിറ്റി ഹാളിന് 8 ടോയ്ലറ്റും യൂറിനൽ 8 എണ്ണം, അതുപോലെ ഭിന്നശേഷിക്കാരനും കയറുന്ന തരത്തിലേക്ക് ടോയ്ലറ്റുകളായി. അതായത് ഏറ്റവും നിലവാരമുള്ള തരത്തിൽ ടോയ്ലറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നിലവിൽ വേറെ ഇതുള്ളതല്ല, പഴയ കാലത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹാളെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 40 ലക്ഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വർഷം 35 ലക്ഷം കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. 75 ലക്ഷം രൂപയ്ക്ക് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ടെൻഡർ നടപടികളായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാള് നവീകരിച്ചുകൊണ്ട് ശീതീകരിച്ച കമ്മ്യൂണിറ്റി ഹാള്, ACP പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള കുഷൻ സീറ്റ് അടക്കമുള്ളതുള്ള കമ്മ്യൂണിറ്റി ഹാള് എന്ന നടപടി പൂർത്തീകരിച്ചിട്ട് ഞങ്ങൾ ഭരണസമിതി ഇറങ്ങിപ്പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ചില അതായത് ഇപ്പോൾ അതായത് ഒരു എണ്ണത്തിനോട് മറുപടി വേണ്ടി വരും തോന്നുന്നു. എനിക്കൊന്ന് ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു കാര്യം കൂടി പറയട്ടെ. ആരോഗ്യ മേഖലയിൽ അരിമ്പൂർ പഞ്ചായത്തിന് 3 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് ആയുർവേദം, ഒന്ന് അലോപ്പതി, ഒന്ന് ഹോമിയോ കെട്ടിടം നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ 6-ാം കല്ലിലുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് സജ്ജീകരിച്ചിരിക്കുകയാണ്. ഹോമിയോ കെട്ടിടത്തിൽ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഇടുങ്ങിയ ഒരവസ്ഥയിലുണ്ടായിരുന്ന കെട്ടിടത്തിന് ഇന്ന് സ്വന്തമായിട്ടുള്ള കെട്ടിടം പണിത് നല്ല സൗകര്യങ്ങളോട് ഏകദേശം 100-നും 200-നും ഇടയിൽ എല്ലാ ദിവസവും OP ഉള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ആയുർവേദ കെട്ടിടം ഇവിടെയുണ്ട്. ഒരു ചെറിയ കെട്ടിടമായിരുന്നു, വളരെ പരിമിതി ഉണ്ടായിരുന്നു, ഒരു ഷീറ്റൊക്കെ മറച്ചു വെച്ചിട്ടുള്ള രീതിയിലുണ്ടായിരുന്ന. ഇന്നത് നല്ല നിലവാരമുള്ള
നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, കയറി നോക്കുക. ആ ആയുർവേദ ഹോസ്പിറ്റലിന് എല്ലാ തരത്തിലുള്ള മരുന്നും ഏകദേശം 15 ലക്ഷം രൂപയുടെ മരുന്ന് എല്ലാ വർഷം, അതുപോലെ തന്നെ നല്ല ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ അരിമ്പൂർക്കാരുടെ ഭാഗത്തിന് എല്ലാ വർഷം വരുന്ന ഡോക്ടർമാർ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ളതാണ്. അത് ഒരു നിലവാരമുള്ള ആയുർവേദ ഹോസ്പിറ്റൽ എന്ന നിലയ്ക്ക് അത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ FHSC PHSCയിൽ നിന്ന് FHSCയിലേക്ക് മാറിയിട്ടുണ്ട്. FHSC കെട്ടിടം പഴയ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടം കഴിഞ്ഞ വർഷം ഞങ്ങൾ നവീകരിച്ചു. ഒരു സർക്കാർ സംവിധാനം നശിപ്പിച്ച് കളയുന്നതിന് പകരം നവീകരിച്ചിട്ട് അത് ഉണ്ടാക്കലും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മുൻ MLA ആയിരുന്ന മാധവൻ്റെ കാലത്ത് അനുവദിച്ച 50 ലക്ഷം ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടിടമുണ്ട്, മറ്റുള്ള കെട്ടിടങ്ങളുണ്ട്. ഇപ്പോൾ ആർദ്രം പദ്ധതിയിൽ അനുവദിച്ച 15 ലക്ഷത്തിൻ്റെയും MLA സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി തന്നെ നേടിയെടുത്ത 35 ലക്ഷം കൂടി ചേർന്നിട്ടുള്ള ഒരു 50 ലക്ഷത്തിൻ്റെ OP ബ്ലോക്ക് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ആധുനിക രീതിയിലുള്ള OP ബ്ലോക്ക് എന്നൊരു അവിടെ വേണ്ടത്ര മരുന്നുകൾ എത്തുന്നു, ജീവിതശൈലി രോഗങ്ങൾക്കടക്കമുള്ള മരുന്നുകൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പറയുന്നത്. മരുന്നുകൾ കൊടുക്കേണ്ട സർക്കാർ ഏജൻസിയിൽ നിന്ന് ആവശ്യത്തിനുള്ളത് കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരു ഏജൻസിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പണമടച്ച് ആ മരുന്നുകൾക്കുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്ക് ചില മരുന്നുകൾ കൊടുക്കാൻ പാടില്ല എന്ന് IMAയുടെ നിർദ്ദേശമുള്ള മരുന്നുകളാണ് കൊടുക്കാത്തത്. അതിൻ്റെ നിജസ്ഥിതിയും കൂടി നമ്മളൊരു ആരോപണമായിട്ടല്ല പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളൊരു വാർത്താ സംവിധാനമാണല്ലോ, നിങ്ങളിന്ന് പോയിട്ട് പരിശോധിക്കുക എങ്ങനെയാണ് മരുന്ന് കിട്ടുന്നുണ്ടോ, അവിടെ എങ്ങനെ ഇതുണ്ടോ. അത് 1 രൂപ പോലും OP ടിക്കറ്റ് വാങ്ങാത്ത പ്രവർത്തിക്കുന്നത്. 200 മുതൽ 250 വരെ പേഷ്യൻസ് എല്ലാ ദിവസവും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടത്, ഇവിടെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഈവനിങ് OP എന്ന നിലയ്ക്ക് 2 മണി കഴിഞ്ഞാൽ അതുണ്ടാവും. ഇന്ന് അരിമ്പൂർ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് 7.5 ലക്ഷം ചെലവഴിച്ചുകൊണ്ട് ഈവനിങ് OP അവിടെ നടക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണി വരെ ഒരു ഡോക്ടറെ പഞ്ചായത്ത് എടുത്തിട്ടുള്ള ഡോക്ടർ സേവനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റിന് നടക്കുന്നുണ്ട്. അങ്ങനെ 3 ജീവനക്കാരെ പഞ്ചായത്ത് എടുത്തുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു തദ്ദേശ എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറയുകയാണെങ്കിൽ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം നൽകുന്ന ജോസേട്ടൻ പറഞ്ഞ പോലെയുള്ള ഇത് നടത്തേണ്ടത് ഉണ്ടെങ്കിൽ പരിശോധിച്ചുകൊണ്ട് നടപ്പാക്കും. ഓക്കെ, തീർച്ചയായും ആ ഒരു ഭരണ നേതൃത്വത്തിന് വേണ്ട കഴിവ് അത് തന്നെയാണ്. എന്തായാലും ഇതിലെനിക്കൊരു കാര്യത്തിൽ ലേശം വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതായത് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് 2010-15 കാലഘട്ടത്തിൽ സമഗ്ര കുടിവെള്ള പെരുമപ്പാടത്ത് തുടങ്ങി ആരംഭം കുറിച്ചെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് നിർത്തിയത്, അല്ലാണ്ട് വേറെ ടെക്നിക്കൽ പ്രോബ്ലം അല്ല. ഒരു പദ്ധതി വിഭാഗം നിലവിലുണ്ടായിരുന്ന കുളം നവീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് PWD നിന്നും അതുപോലെ മറ്റ് ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നും അതിൻ്റെ NOC ലഭിച്ചതിന് ശേഷമാണ് പണി ആരംഭിച്ചിട്ടുള്ളത്. അല്ലാതെ 20 ലക്ഷം രൂപ ആ കുളം കെട്ടി സംരക്ഷിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റ് വയ്ക്കുമ്പോഴും 1 കോടി രൂപ വാട്ടർ അതോറിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അവരതിൻ്റെ സാങ്കേതികതകൾ അറിയാണ്ട് അവർ ഡെപ്പോസിറ്റ് ഇല്ലോ, അത് പിന്നീട് രാഷ്ട്രീയ പ്രേരിതം മാത്രം മാറണം. രണ്ടാമത്തെ കാര്യം, പിന്നെ PMGSY കൈപ്പിളി ഇതോടെ അത് ചിലവരുടെ ആവേശം, അത് രാഷ്ട്രീയമായിട്ട് മുടക്കാന്നുള്ളതല്ല, എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണം എന്നുള്ള ആവേശത്തിൽ ഇടപെടുമ്പോൾ രാഷ്ട്രീയമായിട്ട് തോന്നലുണ്ടെങ്കിൽ തെറ്റാണ്. ഞങ്ങളെപ്പോഴും ഈ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ അത് നടപ്പിലാക്കാൻ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വഴിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും, ഇനി രാഷ്ട്രീയമായിട്ട് ഞാൻ പ്രതികരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എൻ്റെ സപ്പോർട്ട് ഫുള്ളായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി 2020-25 കാലഘട്ടത്തിൽ പറഞ്ഞു. ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ വരണേക്കാട് മുന്നേ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2010-2015 കാലഘട്ടത്തിൽ 426 വീടുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അത് ഒരു വീടിന് 20,000 രൂപ മാത്രമേ അതിന് പഞ്ചായത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വേണ്ടിയിരുന്നുള്ളൂ. അതും കൂടി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ മാലിന്യമുക്ത നവകേരളത്തിലേക്ക് കേരളം ചുവട് വെക്കുകയാണ്. ഈ ജില്ലയിൽ അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ഒരു സംഭാവന എങ്ങനെയാണ് ഇപ്പം ഭരണസമിതി അംഗം എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കുകയാണെന്ന്? ഞങ്ങൾ 3.5 വർഷമായി ഹരിതകർമ്മസേന ഇവിടെ പ്രഖ്യാപിക്കുക മാത്രമല്ല 100% നല്ല രീതിയിൽ നടപ്പിലാക്കാൻ. ഇതൊന്നും രാഷ്ട്രീയ വ്യത്യാസമില്ലാണ്ട് ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് അതിൽ രാഷ്ട്രീയം പറഞ്ഞ് മാറിയിരിക്കേണ്ടതല്ല. പൂർണ്ണമായിട്ടും ഹരിതകർമ്മസേനനെ ഇവിടെ സജ്ജമാക്കാനും ഓരോ വാർഡുകളിലും അവരെ യൂസർ ഫീ കൊടുക്കുവാനും അവർ തരുന്ന സാധനങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ റീസൈക്ലിംഗ് ചെയ്യേണ്ടതും അല്ലാത്ത രീതിയിലും ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്ത് വകയിരുത്തിക്കൊണ്ടാണ് ഇതിൽ വരുന്ന റീസൈക്ലിംഗ് ചെയ്യാത്ത മറ്റുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നത്. അതിനൊക്കെ ഞങ്ങൾ ഭരണപ്രതിപക്ഷം ഇല്ലാതെ അത് വരും തലമുറയെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നവകേരളം മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞാൽ. അതിനൊക്കെ പൂർണ്ണമായും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വാർഡ് തലത്തിലുള്ള വികസന നേട്ടങ്ങൾ എങ്ങനെയാണ്? നന്നായി പോകുന്നുണ്ട്. പിന്നെ വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ കാനയുടെ കാര്യം. അവിടെ ഒരു കോളനിയാണ്, അത് ഇങ്ങനെ നിരപ്പായിട്ടുള്ളൊരു ഭൂമിയാണ്. അവിടെ കാന കോരി അവരപ്പം തന്നെ അത് കെട്ടണം എന്നാണ് പറയണത്. എന്നിട്ട് സ്ലാബ് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ അത് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ വിട്ടു കൊടുത്തിട്ടില്ല. സാധാരണ നമ്മളൊരു പൊക്ലിം വെച്ച് അങ്ങനെ കോരി കൊടുക്കാം, വെള്ളക്കെട്ട് അവിടെ വെള്ളക്കെട്ട്
മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയുള്ളവരെ സമ്മതിക്കുന്നില്ല. മുകളിലുള്ള വീട് ഇങ്ങോട്ട് ഇടിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ രേഖകൾ കിട്ടി ആസ്തിയിലേക്ക് കൊടുക്കും വേണം. പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ പെട്ടിട്ടുള്ളതല്ല അത്. പിന്നെ നമ്മുടെ അവിടെ ആറാങ്കൽ സെൻറ്ററിൽ തന്നെ ഒരു MLA ഫണ്ട് വെച്ചിട്ടുള്ളൊരു വിളക്കുണ്ട്. അത് 3 വർഷത്തോളമായി കത്താണ്ട്. ഇതുവരെ അത് ശരിയായിട്ടില്ല. വഴിവിളക്ക് കത്തുന്നില്ല. അങ്ങനെ അതെ, MLA ഫണ്ട് വെച്ചിട്ടുള്ള വഴിവിളക്കല്ല. വഴിവിളക്ക് അരിമ്പൂർ പഞ്ചായത്തിൽ ഏകദേശം 3000 ലൈറ്റ് ഉണ്ട്. 3000 തെരുവിളക്കുള്ള പഞ്ചായത്താണ്. നല്ല രീതിയിൽ തെരുവിളക്ക് കത്തുന്ന പഞ്ചായത്താണ്. അത് ഈ പറഞ്ഞത് സോളാറിൻ്റെ മിനി മാസ്റ്റാണ്. എന്നാൽ അത് ഇന്നിപ്പോൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് 3 സോളാറിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് 3 മാറ്റിയിട്ടുണ്ട്. അതിലൊരെണ്ണം ഈ പറഞ്ഞതാണ്. സോളാർ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ബാറ്ററി ഒക്കെ മാറ്റി വരുമ്പോൾ ഇതിനേക്കാൾ അധികം പൈസയും വരികയാണ്. ഇതിപ്പോൾ മിനി മാസ്റ്റിൻ്റെ തരത്തിൽ ലൈറ്റ് കിട്ടുന്ന തരത്തിലേക്ക് മിനി മാസ്റ്റ് ഒരു ആ നിലവാരത്തിലേക്ക് ലൈറ്റ് കിട്ടുന്ന 5 ലൈറ്റ് പിടിപ്പിച്ച ഇതാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. മെമ്പർ ശ്രദ്ധിക്കാത്താവും. ഇന്ന് പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചില പദ്ധതികൾ നമുക്കറിയാം. പല പദ്ധതികളും വരും. ഇത്തരം ഇപ്പോൾ സോളാറോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നവീനമായ ആധുനിക കാലത്തെ സംവിധാനങ്ങൾ വരുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ പലപ്പോഴും, അതായത് തുടങ്ങി വെക്കുന്ന ഒരു ഊർജ്ജം അല്ലെങ്കിൽ പിന്നീട് അതിനൊരു ശുഷ്കാന്തി കാണിക്കാതെ വരുന്നു. അത്തരം അതുകൊണ്ടാണ് പറഞ്ഞത് MLA ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ AMC ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. ഞങ്ങൾ പഞ്ചായത്ത് 4 ലക്ഷം രൂപ ഇപ്പം മിനി മാസ്റ്റുകൾക്ക് മാത്രം വെച്ചു. ഇനി ഹൈ മാസ്റ്റുകളുണ്ട്. ഇവിടെ MP ഫണ്ടും ഇതിൽ നിന്നൊക്കെ ഉപയോഗിച്ച് വന്ന ഹൈ മാസ്റ്റുകൾ കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാൻ അതിന് പഞ്ചായത്ത് പണം വെക്കണം. ഞങ്ങൾ ഇപ്പോൾ വെച്ചിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അവരെ സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ പറയണ പോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു പദ്ധതി വെച്ച് 1 വർഷമാണ് അത് നടപ്പാക്കിയെടുക്കാൻ വരുന്ന സമയം. അതിൻ്റെ അകത്ത് ഇവിടെ കൃത്യമായിട്ട് ടെൻഡർ വിളിക്കലും അതിന് പറ്റിയ ആൾക്കാരെ കണ്ടെത്തലും തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു വരെയാണ് വന്നിട്ട് ഇവിടുത്തെ വർക്കുകൾ ചെയ്തു പോകുന്നത്. ലൈറ്റുകൾ കത്തിക്കുന്ന തരത്തിൽ ഇത്ര അധികം ലൈറ്റ് ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടോ ഇന്നിപ്പോൾ റെഡിയാക്കി പോയാലും എവിടെയെങ്കിലും കിട്ടും. എന്നാൽ 95% ബൾബ് കത്തുന്ന പഞ്ചായത്തായിരിക്കും. ഈ തനത് ഫണ്ട് ശേഖരണത്തിൽ എങ്ങനെയാണ് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും മനസ്സിലായി? അരിമ്പൂർ പഞ്ചായത്തിൻ്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇതിൽ കൂട്ടി പറയേണ്ട ഒരു സാധനം മാലിന്യ മുക്ത നവകേരളമാണ്. അതിൻ്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോസേട്ടൻ പറഞ്ഞ പോലെ തന്നെ 2021 ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചാണ്. ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രശസ്ത സിനിമാ താരം നന്ദകിഷോറിൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാലിന്യം ശേഖരിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത കർമ്മസേനയിൽ പെട്ടവരെന്നാണ് ഞങ്ങളുടെ അരിമ്പൂർ. കഴിഞ്ഞ വർഷം മാത്രം 1,07,000 കിലോ ഈ മാലിന്യം ഇവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ട്. 1,07,000. ഇതിന് നൽകേണ്ട തുക ഈ വീട്ടുകാർ 50 രൂപ കൊടുക്കുന്നതിന് ചില മുറുമുറുപ്പുണ്ട്. എന്നാൽ തനതായിട്ടുള്ള ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ട ഉപയോഗിക്കേണ്ട പണത്തിൽ നിന്ന് ഏകദേശം 12 ലക്ഷം രൂപ മാലിന്യം കയറ്റി കൊണ്ടുപോകുന്ന കമ്പനിക്ക് അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അത് കൂടും. അതായത് മാലിന്യത്തിൻ്റെ ഇതിൽ വലിയ തരത്തിൽ മാറ്റമുണ്ടാക്കാം. ഞങ്ങൾക്കൊരു മാതൃകാപരമായിട്ട് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റികളുടെ പിറകിൽ നോക്കാൻ കഴിയുന്ന ഒരെണ്ണം കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റ്. അരിമ്പൂർ തൃശ്ശൂർ ജില്ലയിലെ ഏക ബയോ കമ്മ്യൂണിറ്റി പ്ലാന്റ് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണിത്. ഇതിൻ്റെ പുറകിലുണ്ട്. ഏകദേശം IRTCയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കമ്മ്യൂണിറ്റി ക്യാൻറ്റീനിൽ നിന്നുള്ള വേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ കത്തിക്കാനുള്ള ഇതുണ്ടാവും. 110 കിലോ മാലിന്യം, ജൈവ മാലിന്യം എല്ലാ ദിവസവും ഇവിടെ സംസ്കരിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് കമ്മ്യൂണിറ്റി ഹാൾ, ഇവിടുത്തെ തെരുവ് കടകൾ, അതുപോലെ തന്നെ ക്യാൻറ്റീൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ മാലിന്യവും അതിൽ ഉപയോഗിക്കാൻ കഴിയും. 8 മണിക്കൂർ ഒരു ദിവസം 8 മണിക്കൂർ ഗ്യാസ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിൻ്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ചുവടുവയ്പ്പ്. ഞങ്ങളൊരു 3 വർഷമായിട്ട് ഞങ്ങൾ അതിൻ്റെ അനുമതിക്കായി നടക്കുന്ന ഒരു STP പ്ലാന്റിൻ്റെ ഇതുണ്ടായിരുന്നു. ആ പ്ലാന്റ് ഇവിടുത്തെ മലിനജലം, ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ വെള്ളം തന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് ബ്ലോക്കിലേക്ക് കൊടുത്തുകൊണ്ട് ഫ്ലഷിലേക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും റീയൂസ് ചെയ്യുക. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ പദ്ധതി അതിൻ്റെ ഇപ്പോൾ TS കിട്ടി, AS കിട്ടി, TS കിട്ടി. ഇന്ന് അത് ഒരു 2 മാസം കൊണ്ട് അത് പണി കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായും നമുക്ക് മറ്റേ മറുപടി ഈ നികുതി പിരിവിൻ്റെ കാര്യത്തിന് അപ്പുറത്തേക്ക് തനത് ഫണ്ട് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, ഞങ്ങൾ ആദ്യ വർഷത്തെ പ്ലാൻ ഫണ്ട് മുഴുവനായിട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വലിയൊരു ത്യാഗമാണ് എല്ലാ മെമ്പർമാരും ചെയ്തത്. അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് 55 കിലോ വാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിക്കുന്ന പഞ്ചായത്താണ്. ഈ സ്ഥാപനങ്ങളുടെ മുകളിലായിട്ട് 55 കിലോ വാട്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 50,000 രൂപ ഈ സ്ഥാപനങ്ങളിലൊക്കെ കറണ്ട് ബില്ല് വന്നിരുന്നു. ഇന്ന് അതിന് പകരം 3,000-4,000 രൂപയാണ് മീറ്റർ ചാർജാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 12 മാസത്തിന് ഏകദേശം 6 ലക്ഷം ഞങ്ങൾക്ക് അതിൽ സേവിങ് ആണ്. ആ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 7 മാസത്തേക്ക് ഒരു 85,000 രൂപ ഇങ്ങോട്ട് KICB കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൈസ കൂട്ടിയിട്ടുണ്ട്, അതും കൂടി കിട്ടും.
അങ്ങനെ 7 ലക്ഷം രൂപയോളം ആ തരത്തിൽ ഞങ്ങൾക്ക് സേവായി കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വേറെ തരത്തിൽ ഓൺ ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യതയില്ല. ഞങ്ങൾക്ക് ഇനി ഇവിടെ മഴക്കാല ടൂറിസം അതുപോലെ തന്നെ വേനൽക്കാല ടൂറിസം ഇത് രണ്ടാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ അതിനുള്ള പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിന്തലക്കുഴി കുളം പദ്ധതി 5 കോടി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ പദ്ധതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ടൂറിസം പദ്ധതിയാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ബോട്ടും അതുപോലെ പെഡൽറ്റും അതുപോലെ തന്നെ ഫുഡ് ഹട്ട് അടക്കം. സംസ്ഥാന സർക്കാർ അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലേക്ക് വരുമ്പോൾ MLA-മാരെല്ലാം ഇപ്പോൾ ഒരു ഭരണം ഏകദേശം ഒരേ മുന്നണികൾ ഭരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ഗുണം അരിമ്പൂർ പഞ്ചായത്തിന് കിട്ടുന്നുണ്ട്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം വ്യത്യാസമില്ലാത്തൊരു കാര്യമായിരിക്കും. ഏകദേശം ഒരു വർഷം 1 കോടി രൂപയിലധികം MLA ഫണ്ട് ഞങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1 കോടി രൂപയിലധികം MLA ഫണ്ട് നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പദ്ധതികൾ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ VN സുർജിത്തും ജിമ്മി ചൂണ്ടലാണ്. അത്യാവശ്യം കഴിഞ്ഞ വർഷം 50 ലക്ഷം 40 ലക്ഷം ജിമ്മി ചൂണ്ടലിൻ്റെ ഫണ്ട് ഇവിടെ നേടിയെടുത്തിട്ടുണ്ട്. VN സുർജിത്തിൻ്റെ ഫണ്ട് ഏകദേശം ഒരു 25-30 ലക്ഷം നേടിയെടുത്തിട്ടുണ്ട്. 30 അതിലും കൂടുതലുണ്ട്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് MP എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഞങ്ങളുടെ തൃശ്ശൂർ MP ആയിട്ടുള്ള സുരേഷ് ഗോപി സാറിൻ്റെ ഫണ്ട് മാത്രമേ ഞങ്ങൾക്ക് കിട്ടാത്തുള്ളൂ. അപ്പോൾ അതിന് സമയമുണ്ട്, അത് നേടിത്തരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തനതായിട്ടുള്ള രീതിയിലുള്ള അതുപോലെ തന്നെ നഗരസഭ ഇപ്പോൾ നഗരസഞ്ചയ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി കോർപ്പറേഷനിലുണ്ട്. ആ പദ്ധതി വരെ നേടിയെടുക്കുന്ന പഞ്ചായത്താണ് ഞാൻ. ഓക്കെ, എന്തായാലും ജോസ് മെമ്പർക്ക് അല്ല, നമ്മളിതേപോലെ തന്നെ അതാത് കാലങ്ങളിലെ MLA-മാരും MP-മാരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിതല പഞ്ചായത്തുക്ക് വലിയ സഹായമാണ്. TM പ്രതാപനായിരിക്കുമ്പോൾ PM മാധവനായിരിക്കുന്ന സമയത്തൊക്കെ ഇതുമാതിരി നമ്മൾ മാക്സിമം പൈസ നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് ലഭിച്ചിട്ടുണ്ട്. വളരെ വേഗം സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ കലാകായിക രംഗത്തും അത്തരം കാര്യങ്ങളിലേക്ക് കലാകായിക രംഗം ചോദ്യം മനസ്സിലായി. കലാകായിക രംഗത്ത് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് ഞങ്ങൾ 3 വർഷമാണ് കലോത്സവം നടന്നത്, കേരളോത്സവം. ഏറ്റവും ഇവിടുത്തെ യുവാക്കളോട് നിങ്ങൾ ഇടപെട്ട് ചോദിക്കുക, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ യുവാക്കളും സന്തോഷകരമായിട്ട് പോകുന്ന തരത്തിലേക്ക് കേരളോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് തലത്തിലെ മത്സരം ഞങ്ങളൊന്നല്ല, കുത്തകകളായിട്ടുള്ള പല പഞ്ചായത്തുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് ആദ്യത്തെ വർഷം ഞങ്ങൾ 9 പോയിന്റിനാണ് കേരളോത്സവത്തിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തേക്ക് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അടുത്ത ഈ 2 വർഷം എതിരാളികളില്ലാത്ത തരത്തിൽ കേരളോത്സവം വിജയിച്ചിട്ട് കപ്പുകൾ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കായികമായിട്ട് അത് മാത്രമല്ല, ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാക്കിയ പഞ്ചായത്താണ്. എല്ലാ സ്ഥലത്തും ഇന്നലെ മീറ്റിങ്ങുകൾ ഓരോ സ്ഥലത്ത് ഇതുകൊണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടതൊരു ആവശ്യമായിട്ടുള്ള ഒരു പൊതു കളിയിടം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കളിയിടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷത്തെ ഞങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു ടർഫിൽ പുല്ലില്ലാത്തത്, എന്നാൽ ക്രിക്കറ്റ് അടക്കം ക്രിക്കറ്റിന് നെറ്റ്സും അതുപോലെ തന്നെ 10 മീറ്റർ ഉയരത്തിൽ നെറ്റടിച്ച് മുകളിൽ വലയിട്ട് കൊടുത്തിട്ടുള്ള തരത്തിൽ ലൈറ്റുകൾ വെച്ചിട്ടുള്ള ഒരു കളിക്കളം ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പൂർത്തീകരിക്കും. ഞങ്ങളുടെ സ്കൂളിൽ GUP സ്കൂളിൽ കുട്ടികൾക്ക് ടർഫ് ഗ്രൗണ്ട് ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ നടക്കാത്ത തരത്തിലേക്ക് കരാറുകാരെടുത്തിട്ടുണ്ട്. കരാറുകാരൻ വന്നിട്ടില്ലെങ്കിൽ അത് നടത്താനുള്ള ഫണ്ട് പഞ്ചായത്ത് മാറ്റിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമെന്ന നിലയ്ക്ക് നിങ്ങൾ നോക്കുക, ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സംവിധാനം ജില്ലയിലെ ഏറ്റവും നല്ല ഹെൽപ്പ് ഡെസ്ക് ആയിട്ടാണ് അവിടെ 3 വനിതകൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചൺ നിങ്ങളൊന്ന് കയറി നോക്കുക, ഭക്ഷണം കഴിക്കുക. അവിടെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്യാൻറ്റീനാണ്. ഏകദേശം 15 പേര് വനിതകൾ അതിൽ നിന്ന് ജീവിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ കിരണം എന്ന നിലയ്ക്ക് ഇവിടെ 4 വനിതകൾ ഇരുന്നിട്ട് ഒരു സ്വയം തൊഴിൽ സംവിധാനമുണ്ട്. അവരാണ് ക്യാൻറ്റീനിലേക്കുള്ള അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള കസേര, പാത്രങ്ങൾ അതുപോലെ തന്നെ മേശയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത്. ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ പരിചരണം അവരാണ്. ഒരു പരിപാടി കഴിഞ്ഞാലും അടുത്ത പരിപാടി നോക്കേണ്ട ചുമതല അവർക്കാണ്. അപ്പോൾ ഒരുപാട് വനിതകൾക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. തനത് ഫണ്ട് എന്ന നിലയ്ക്ക് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നവീകരണത്തോടുകൂടി ശീതീകരിച്ചൊരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന നിലയ്ക്ക് വരുമ്പോൾ നല്ലൊരു വരുമാനം പഞ്ചായത്തിന് ഉണ്ടാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള കറണ്ട് ഞങ്ങൾക്ക് തനതായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ആ തരത്തിൽ ഞങ്ങൾ മാതൃകാപരമായിട്ട് ഇനിയിപ്പോൾ ഒരു കുടുംബശ്രീ സൂപ്പർ മാർക്കറ്റിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത്. അതും കൂടി വരുമ്പോൾ ഒരുപാട് വനിതകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഞങ്ങൾക്ക് മാറ്റാൻ കഴിയും. സ്വയം തൊഴിലുകൾ കണ്ടെത്തിക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിലുള്ള കാഴ്ചകൾ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിരവധി പദ്ധതി ഇനി എന്തെങ്കിലും ഇതല്ലേ, എന്തായാലും നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും വികസന നേട്ടങ്ങളും അതിൽ നിന്ന് കിട്ടിയ അംഗീകാരങ്ങളും ഒക്കെ അരിമ്പൂരിനെ
ഇതുപോലെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും പദ്ധതികൾ നിരവധിയാണ്, വികസന നേട്ടങ്ങൾ നിരവധിയാണ്, ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാനുണ്ടാവാം. എന്തായാലും സമയപരിമിതിക്കുള്ളിൽ കൊണ്ട് സമഗ്രമായി തന്നെ അരിമ്പൂരിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു സമയവും നമ്മോടൊപ്പം സഹകരിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ സജീഷ്, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ്, ഒപ്പം തന്നെ സുനിത എന്നിവർക്കുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു ഗ്രാമപഞ്ചായത്തിലെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.